അസ്സലാമു വെൽക്കം ടു ഇച്ചൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഇച്ചൂസ് വേൾഡിൽ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയൊരു വെണ്ടയ്ക്ക കിച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടാക്കി വെണ്ടയ്ക്ക നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത്. വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം വെണ്ടയ്ക്ക. ഏകദേശം ഇതുപോലെ ഇരിക്കണം വെണ്ടയ്ക്ക. നന്നായിട്ട് നല്ല ക്രിസ്പി ആകുമ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ വെണ്ടയ്ക്കയ്ക്ക് കിച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറിൽ അരമുറി തേങ്ങ തിരികിയത്, അതിൻ്റെ കൂടെ 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കുഞ്ഞ് ജീരകം ചെറിയ ജീരകം, 2 തുടം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഈ അരപ്പ് അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വെണ്ടയ്ക്ക് പൊരിച്ചെടുത്തേക്കുന്ന അതേ എണ്ണയിൽ കടുക് പൊട്ടിക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ടിടുക. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു. ഞാനതുകൊണ്ട് സവാള കുഞ്ഞായിട്ട് ഒരു 1/2 സവാള എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുക. ഇതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലോട്ട് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മിക്സിയുടെ അതേ ജാറിൽ 4 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. നല്ല കട്ട തൈര് വേണം. അതൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ചിലർ സ്പൂൺ കൊണ്ടും വേണമെങ്കിൽ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഇനി ഇതുപോലെ ഇരിക്കണം. ഇനി അത് നമ്മുടെ ഈ അരപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കുക. നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം വെട്ടി തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറിയ ഒരു ചൂട് മതി. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഈ അരപ്പ് നമുക്കൊരു ബൗളിലോട്ട് എടുത്ത് സെർവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച് ക്രിസ്പി ആയിട്ട് നമ്മൾ മുരിച്ചെടുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക അതിലോട്ടിടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി, ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്.